നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഫേഷ്യലിന്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിപ്പോൾ ആഫ്റ്റർ കെയർ ആണ് അറിയേണ്ട അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 നേരം ഫേസ് നല്ല രീതിയിൽ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യാൻ തന്നെ ശ്രമിക്കുക. നോർമൽ സോപ്പുകളൊന്നും ഉപയോഗിക്കില്ല. പിമ്പിൾസിനും അതുപോലെ തന്നെ ഓയിൽ സ്കിന്നിനും ഉള്ള ഫേസ് വാഷ് തന്നെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാൻ നോക്കുക. അതുകൂടാതെ നമ്മുടെ മെഡിക്കൽ സ്റ്റോറിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും മുൾത്താണി മട്ട്, അതുപോലെ റോസ് വാട്ടർ. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു പായ്ക്കായിട്ട് നിങ്ങൾ ഫേസിൽ ആഴ്ച 2 ദിവസം ഡെയിലി യൂസ് ചെയ്യരുത്. അതിൻ്റെ സൈഡ് എഫക്റ്റുകൾ കൂടുതലുണ്ടാകാൻ ചാൻസ് ഉണ്ട്. ആഴ്ച 2 ദിവസം മാത്രം ഉപയോഗിക്കുക. ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കിനും നിങ്ങൾ ആ 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിനും ഒരു 5 മിനിറ്റ് ലൈറ്റ് ഒരു മസാജ് കൊടുക്കുക. ആ 5 മിനിറ്റ് മസാജ് കൊടുക്കുമ്പോൾ ഈ താഴേന്ന് നമ്മൾ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് ആ ഒരു രീതിയിൽ ഇങ്ങനെ മസാജ് കൊടുത്ത് സോഫ്റ്റ് മസാജ് കൊടുക്കാനുള്ള ഹാർഡായിട്ട് കൊടുക്കല്. കാരണം പിമ്പിൾസും ഉള്ള സ്കിന്നായിരിക്കും. അങ്ങനെ ഹാർഡ് മസാജ് കൊടുക്കില്ല. അങ്ങനെ സോഫ്റ്റ് മസാജ് കൊടുത്തിട്ട് പായ്ക്ക് റിമൂവ് ചെയ്തെടുക്കാം. അങ്ങനെ ഫോളോ ചെയ്ത് ആഴ്ച 2 ദിവസം അതും ഫോളോ ചെയ്ത്. കാരണം ഒരു ശനിയാഴ്ച ചെയ്യുവാണെങ്കിൽ ഇടയ്ക്ക് ഒരു ബുധനാഴ്ച ആ ഒരു രീതി അനുസരിച്ച് അല്ല 2 ദിവസം അടുപ്പിച്ച് ചെയ്യില്ല, ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്യാം. അങ്ങനെ അത് ഫോളോ അപ്പ് ചെയ്യുക. ഇനിയിപ്പം റോസ് വാട്ടർ അലർജി ഉള്ളവർക്ക് അലോവേര ജെൽ ഉപയോഗിക്കാം, തൈര് ഉപയോഗിക്കാം. ഇത് രണ്ടും വെച്ചിട്ട് പായ്ക്ക് മിക്സ് ചെയ്തിടാവുന്നതാണ്. അത് കൂടാതെ നിങ്ങൾ മോയ്സ്ചറൈസിങ് നല്ല രീതിയിൽ മോയ്സ്ചറൈസിങ് ക്രീം യൂസ് ചെയ്യുക. അതും പിമ്പിൾസിനും ഓയിൽ സ്കിന്നിനും ഉള്ളവരും അത് നോക്കിയിട്ട് ചെയ്യുക. അത് കൂടാതെ നിങ്ങൾ സൺ പ്രൊട്ടക്ഷൻ മേടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ജെൽ ടൈപ്പ് സൺ പ്രൊട്ടക്ഷൻ മാത്രം ഉപയോഗിക്കുക. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടത്തുള്ളൂ. എണ്ണമയമുള്ള ഫുഡുകളും അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യാൻ നോക്കുക. ഫുഡ് കഴിക്കുമ്പോൾ അതും കൂടെ കൺട്രോൾ ചെയ്തെങ്കിൽ മാത്രം നിങ്ങളുടെ ഓയിൽ കൺട്രോൾ ആകത്തുള്ളൂ. വറുത്തത് പൊരിച്ചത് അതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക. പിന്നെ നമ്മുടെ പിമ്പിൾസ് ഉള്ള ഒരുപാടുള്ളവരും നമ്മുടെ ആര്യവേപ്പില നല്ല രീതിയിൽ അരച്ചിട്ട് ആഴ്ച 1 അല്ലെങ്കിൽ 2 ഈ പായ്ക്കിടുന്ന ദിവസം അല്ലാത്ത ദിവസം നല്ല രീതിയിൽ പായ്ക്കായിട്ടിട്ട് വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പായ്ക്കിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പിമ്പിൾസ് നല്ല രീതിയിൽ കൺട്രോൾ ആകും. ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.